ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ക്യൂട്ടട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഓർക്കിഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാനിന്ന് എൻ്റെ ബൊഗെൻവില്ലാസൊക്കെ ഒന്ന് പ്രൂൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി നേരത്തെ ഒരു സോഫ്റ്റ് പ്രൂണിങ് ചെയ്തതായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും നന്നായിട്ട് കാട് പിടിച്ച പോലെ പ്ലാന്റ് ആയിട്ടുണ്ട്. ഇതിൽ ഫ്ലവറൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ. പക്ഷേ അതിനേക്കാളും ഭംഗിയുള്ള പൂക്കൾ ഇനി ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ പിന്നെ എന്താ ചെയ്യുക, നമ്മളത് കട്ട് ചെയ്യാൻ റെഡിയാവും. പിന്നെന്താ, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ച ബൊഗെൻവില്ലാസാണ് കേട്ടോ. ഹൈബ്രിഡ് ഐറ്റംസാണ്. ഈ ഹൈബ്രിഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റെമ്മ് ഭയങ്കര തിന്നായിരിക്കും. ഇങ്ങനെ കോല് പോലെ ഇങ്ങനെ ഒരു ഭംഗിയില്ലാണ്ട് കിടക്കും. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചത്, ഇത് ഹാങ് ചെയ്തിടാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ ഹാങ് ചെയ്തിടാനുള്ളൊരു ഏരിയ ഒന്നും നമുക്കില്ല. അപ്പോൾ ഞാൻ മേലെ ഇതേപോലെ പൈപ്പ് ഓൾറെഡി അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കാർ പോർച്ചിൻ്റെ മേലെ കേട്ടോ ചെയ്തത്. നമ്മുടെ ഓർക്കിഡും ഇവിടെ തന്നെയാണ്, ചെറിയൊരു ഏരിയ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഇവിടെ പച്ചക്കറികളൊക്കെ ചെയ്തിരുന്നു. അന്ന് തക്കാളിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കാളിയൊക്കെ ഇതേപോലെ ഞാൻ കയറ് കെട്ടിയിട്ട് മേലേക്ക് വിട്ടതായിരുന്നു. നല്ല ഭംഗിയിൽ നല്ല രീതിയിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഷോർട്സിൽ അവിടെ എങ്ങാണ്ടോ ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, അപ്പം അതേപോലെ ഞാൻ ജസ്റ്റ് വെറുതെ ഈ കോല് പോലെ നീണ്ട ബൊഗെൻവില്ലാസൊക്കെ കയറ് കെട്ടിയിട്ട് അതേപോലെ മേലേക്ക് വിട്ടു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു അതൊരു ഭംഗിയില്ല. അതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്താൽ ഒഴിവാക്കാമെന്ന്. നമ്മൾ ഈ ബൊഗെൻവില്ലാസൊക്കെ രണ്ട് രീതിയിലാണ് പ്രൂണിങ് ചെയ്യുക. ഞാനിവിടെ ഒരു മീഡിയം പ്രൂണിങ് ആണ്, അതായത് ഹാർഡ് പ്രൂണിങ്ങും സോഫ്റ്റ് പ്രൂണിങ്ങും ഉണ്ട്. ഞാൻ മുന്നേ സോഫ്റ്റ് പ്രൂണിങ് ചെയ്തതാണ്. പക്ഷേ ഞാനിപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് എന്നാൽ ഹാർഡിലേക്ക് എത്തണമില്ല, അങ്ങനെ ഒരു പ്രൂണിങ് ആണ് ചെയ്യണം കേട്ടോ. ഒരു മീഡിയം ലെവലിലുള്ള ഇതൊക്കെ ഞാനിങ്ങനെ പറയണതാട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്തു കേട്ടോ. ആദ്യം ഒരു എല്ലാം കട്ട് ചെയ്യുന്നതൊന്നും കാണിക്കണില്ല, 1-2 പ്ലാന്റൊക്കെ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പ്രൂണിങ്ങൊക്കെ ഇവിടെ കഴിഞ്ഞു തുടങ്ങി. ഞാനിങ്ങനെ കട്ട് ചെയ്യണതൊക്കെ നോക്കി ഇവിടെ ഒരാളിരിക്കണുണ്ട് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്ലാന്റിൻ്റെ പോട്ടിലൊക്കെ നമുക്ക് ഒരുപാട് കളകളൊക്കെ മുളച്ചിട്ടുണ്ടാവും, മഴ കഴിഞ്ഞതല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് ഒഴിവാക്കണം കേട്ടോ. എൻ്റെ പോട്ടിൽ അധികമൊന്നുമില്ല, കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒഴിവാക്കാറുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ മേലത്തെ മണ്ണ് 2 ഇഞ്ച് താഴ്ചയിൽ ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് ഇളക്കി മറിക്കണം കേട്ടോ. നമുക്കിനി വളം ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് വളം ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ള വളം ന്യൂട്രിമീൽ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് വളമാണ് കേട്ടോ. ഇതൊരു NPK ആണ്. ഇതിലൊരുപാട് നമുക്ക് ചെടികൾക്ക് വളരാനും പൂവിടാനും ഒക്കെ ആവശ്യമുള്ള ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഓർഗാനിക് വളങ്ങളുടെ ഒരു മിക്സ്ചറാണ് കേട്ടോ. ഇതിലടങ്ങിയിട്ടുള്ളത് പിന്നെ ബോൺ മീല്, കാസ്റ്റർ മീല്, ഓർഗാനിക് പൊട്ടാഷ്, നീം കേക്ക്, അതേപോലെ ഓർഗാനിക് കാർബൺ, ഇതൊക്കെ കൂടെ അടങ്ങിയിട്ടുള്ളൊരു മിക്സ്ചറാണ്. വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഓർഗാനിക് അല്ലേന്നും കരുതി ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഞാനിവിടെ ഏകദേശം 1 സ്പൂണൊക്കെ ഒരു പോട്ട്, അതായത് നമ്മുടെ പോട്ടിൻ്റെ സൈസ് അതേപോലെ പ്ലാന്റിൻ്റെ വലുപ്പം അതിനനുസരിച്ചാണ് നമ്മൾ ഇതിൽ വളം ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഞാനിവിടെ ഏകദേശം ഇത്ര ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് നമ്മൾ വേരിൽ തട്ടാതെ ഈ പോട്ടിൻ്റെ ചുറ്റുഭാഗം നമ്മൾ നേരത്തെ മണ്ണിളക്കിയ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ചുറ്റിലുമായിട്ടാണ് ഇട്ട് കൊടുത്തത് കേട്ടോ.
വളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു കത്തിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ മണ്ണൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ പ്ലാന്റിൻ്റെയും ചുവട്ടിൽ വളം ചേർത്ത് കൊടുത്തു കേട്ടോ. അടുത്ത സ്റ്റെപ്പ് നമ്മൾ നന്നായിട്ടൊന്ന് നനയ്ക്കണം കേട്ടോ. വളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പ്ലാന്റ് നന്നായിട്ട് നനയ്ക്കണം. അത് 2 നേരം നനച്ചെന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ പ്ലാന്റിൻ്റെയും പ്രൂണിങ്ങും വളം ചേർക്കലും നനയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അപ്ഡേഷൻസ് എങ്ങനെയാണെന്നുള്ളത് അടുത്ത ആഴ്ചയൊക്കെ കാണിക്കാം. ഇപ്പോൾ എല്ലാ പ്ലാന്റും പ്രൂൺ ചെയ്തിട്ടുണ്ട്. 2 പ്ലാന്റ് വെച്ചിട്ട് കേട്ടോ. കാരണം അതിൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ട്. അതെനിക്ക് വെട്ടാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ടില്ല. ബാക്കി എല്ലാ പ്ലാന്റും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രൂൺ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പ്രൂൺ ചെയ്യാം കേട്ടോ. ഇനി വൈകിപ്പോയാൽ നമുക്ക് പ്രൂൺ ചെയ്യാൻ കഴിയൂല. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.